ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സ്. അതിനകത്ത് ഇന്നലെ ഇസ്രായേലിൻ്റെ IDF നടത്തിയ കുറേ ഓപ്പറേഷൻസ്. അതിൽ വളരെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഗാലക്സി ലീഡേഴ്സ്. ഈ ഗാലക്സി ലീഡേഴ്സ് എന്ന് പറഞ്ഞ ഷിപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കാരണം ഈ ഹൂത്തികൾ ഹമാസിന് സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് ആദ്യമായിട്ട് കടത്തിക്കൊണ്ടുപോയ ഷിപ്പാണ് ഈ ഗാലക്സി ലീഡേഴ്സ്. ഈ ഗാലക്സി ലീഡേഴ്സ് ഈ ഹൂത്തികളുടെ കസ്റ്റഡിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിലധികമായി, ഒന്നൊന്നര വർഷമായി. ഇത് വളരെ ഫേമസ് ആയിട്ട് അവർ ഡ്രോണൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് ഹൂത്തികൾ പ്രൗഡായിട്ട് ഈ ഒരു ഷിപ്പിനെ കടത്തിക്കൊണ്ട് പോയ രംഗമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കാരണം ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കടത്തൽ സംഭവമായിരുന്നു ഹൂത്തികൾ നടത്തിയത്. അപ്പോൾ ആ ഷിപ്പിനെ ഇന്നലെ IDF എയർ സ്ട്രൈക്ക് ചെയ്ത് കത്തിച്ച് കളഞ്ഞിരിക്കുകയാണ്. കാരണം ഇവന്മാരിങ്ങനെ കടത്തിക്കൊണ്ട് പോയിട്ട് ആർക്കെന്ത് ഗുണമാണ്? ഇതിനെ വെച്ചുകൊണ്ട് ബാർഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ട് ഗുണം? അപ്പോൾ ഈ ഷിപ്പുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യം, ഈ ഷിപ്പ് വെച്ചുകൊണ്ട് ഇവരുടെ വിലപേശലും കാര്യങ്ങളൊക്കെ ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ കടത്തിക്കൊണ്ടുപോയി യൂസ്ലെസ് ആയിട്ട് വെച്ചിരിക്കുന്നില്ലെങ്കിൽ അവർ ആയുധങ്ങൾ ശേഖരിച്ച് ഇതിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലേക്കും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ കടത്തിക്കൊണ്ടുപോയ ഷിപ്പിനെ ആയുധ ഗോഡൗൺ സ്റ്റോറേജ് ആയിട്ട് മാറ്റിക്കൊണ്ട് ഇതുവഴി പല സ്ഥലങ്ങളിലേക്കും ആയുധം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് ആയിട്ട് ഇവർ മാറ്റുന്നുണ്ട്. ഇത് കടലിനുള്ളിലുള്ള ഒരു സ്റ്റോറേജ് അങ്ങനെ ആക്കി തീർക്കാനാണ് അവർ ഇതിനെ മാറ്റി തീർത്തുകൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഇതിൻ്റെ മേളിൽ തന്നെ ഈ ഷിപ്പിൻ്റെ മേളിൽ തന്നെ എയർ സ്ട്രൈക്ക് നടത്തി ഈ ഷിപ്പിനെ കത്തിച്ച് കളഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഹൂത്തികളുടെ മേളിൽ ഇന്നലെ ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്രായേലിൻ്റെ ഉള്ളിൽ CIA മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഈ CIA മീറ്റിംഗ് ശരിക്കും പറഞ്ഞാൽ ഹൂത്തികളുടെ മേളിൽ ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് അവിടെ എടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ലേറ്റായിട്ട് നെതന്യാഹു അമേരിക്കൻ വിസിറ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ആക്ഷൻ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുപോലെ തന്നെ സെൻകോമിൻ്റെ മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻകോമിൻ്റെ മീറ്റിംഗ് നടക്കുന്നത് ഏതെങ്കിലും ഒരു ആക്രമണം നടത്താൻ വേണ്ടിയിട്ടാണ്. അതിലുപരിയായിട്ട് വേറെ ഒന്നും തന്നെ അവർക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാനില്ല എന്നുള്ളതും കൂടി ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വാർത്ത തുടർച്ചയായിട്ട് കാണുന്നവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത്. അപ്പോൾ അങ്ങനെ ഇന്നലെ യമനിലെ പോർട്ടിൽ അൽ ഹുദൈദ, അതുപോലെ റാസ് ഈസ, അതുപോലെ സെയ്ഫ്, അതുപോലെ റാസ് കനദീബ്. ഈ റാസ് കനദീബ് എന്ന് പറയുന്നത് വലിയൊരു പവർ പ്ലാന്റ് ആണ്. ഈ പവർ പ്ലാന്റിൻ്റെ നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 30% ഏരിയ ഹൂത്തികളുടേത് പവർ കട്ടാവും. ആ രീതിയിലുള്ള ഒരു വലിയ പവർ പ്ലാന്റ് ആണ് റാസ് കനദീബിലുള്ളത്. ആ റാസ് കനദീബ് പവർ പ്ലാന്റ് ഇന്നലെ IDF തച്ച് തകർത്തിരിക്കുകയാണ്. അതായത് മൊത്തത്തിൽ 20 സ്ട്രൈക്കുകൾ എന്നാണ് പറയുന്നത്. 20 എയർ സ്ട്രൈക്കാണ് ഇന്നലെ നടത്തിയത്. അതായത് തുടർച്ചയായിട്ട് ഇനി ഹൂത്തികളുടെ മേളിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ ഈ ഒരു ആക്രമണത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലെബനന്റെ ഉള്ളിലേക്ക് ആയുധക്കടത്ത് നടത്താൻ വേണ്ടിയിട്ട് ഇറാൻ ഈ അൽ ഹുദൈദ, റാസീസ, സെയ്ഫ് പോർട്ടുകളിലൊക്കെ ആയുധങ്ങൾ കൊണ്ട് ശേഖരിച്ച് വെക്കുന്നതായിട്ടുള്ള വിവരം കിട്ടിയതിനെ തുടർന്നാണ് IDF ആക്രമണം അവിടെ നടത്തിയത് എന്ന് അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫർ ഓഫ് ഇറാനിയൻ വെപ്പൺസ് ലൈക്ക് UAV, അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, അതായത് ഡ്രോൺ, മിസൈൽ സിസ്റ്റം, ഇതെല്ലാം തന്നെ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേലിന് കിട്ടിയ വിവരം, ഇന്റലിജൻസ് വിവരം. അതിൻ്റെ ബേസിസിലാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. തുടരെ ആക്രമണം നടത്തും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഹൂത്തികളുടെ കൺട്രോൾ ഇസ്രായേൽ ഏറ്റെടുക്കും. അതാണ് പൊതുവിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ BBC ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സാധാരണ BBC ഇങ്ങനെ ഹമാസിനെതിരെ ഒന്നും വാർത്തകൾ പബ്ലിഷ് ചെയ്യാറില്ല. പക്ഷേ അവർക്ക് മനസ്സിലായി, കാര്യം വളരെ വ്യക്തമാണ്, ഒരു ബ്ലൂ പ്രിന്റ് തെളിഞ്ഞു വരുന്നുണ്ട്. BBC ഹമാസിനെതിരെ ഒരു വാർത്ത കൊടുക്കുന്നു പറഞ്ഞാൽ അത് നമ്മൾ മുഖവിലേക്ക് എടുക്കണം. അതാണ് അതിൻ്റെ ഒരു ശരി. അപ്പോൾ വാർത്തകൾ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാവും. അതായത് മെയിനായിട്ട് അവർ പറഞ്ഞു വെക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഹമാസ് സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞിരിക്കുന്നത് അവർ ഗ്രൂപ്പ്, അതായത് ഹമാസിന്റെ ഗ്രൂപ്പ് ഓൾമോസ്റ്റ് അവർ കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എവിടെ? ഗാസയിൽ. അതിൽ പുള്ളി പറഞ്ഞു വെക്കുന്ന 2 പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ 95% ലീഡർഷിപ്പ് ഫെയിലിയർ ആണ്. നിലവിലെ അവസ്ഥ അനുസരിച്ച് 95% ഗാസയിൽ ലീഡർഷിപ്പ് ഇല്ല. ഹമാസിന്റെ ലീഡേഴ്സ് മിക്ക ലീഡറുകളെയും IDF എലിമിനേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ 80% ലാൻഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ നിലവിലെ ഗാസയിലെ അവസ്ഥ. ഇതാണ് ഹമാസിന്റെ നിലവിലെ സ്ഥിതി. ഇനി ബന്ദികളെ എന്തുകൊണ്ട് മോചിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ബന്ദികളെ മോചിപ്പിക്കാൻ രീതിയിലല്ല അവർ വെച്ചിരിക്കുന്നത്. അവർ ഈ റെസിഡൻഷ്യൽ, അതായത് പൊതുജനങ്ങളുടെ, സിവിലിയൻസിന്റെ വീടുകളുടെ, ടെന്റുകളുടെ ആ ഭാഗത്താണ് ഒളിപ്പിച്ച് ഇവരെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്തല്ല ബന്ദികളെ ഇവർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ബന്ദികളെ രക്ഷപ്പെടുത്താൻ ഈ രീതിയിൽ ബുദ്ധിമുട്ടുന്നത്. അതിലുപരിയായിട്ട് ഈ 50-ലധികം ബന്ദികൾ എന്ന് പറയുന്നെങ്കിലും ഇതിൽ
10 പേര് മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എളുപ്പത്തിൽ ഈ 10 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ബാക്കി 40 ബോഡികളാണ്. അതുകൊണ്ട് തന്നെ IDF ഫോക്കസ് ചെയ്യുന്നത് എത്രയും വേഗം ഹമാസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് നെതന്യാഹു എയർപോർട്ടിൽ നിന്ന സമയത്ത് പോലെ മാധ്യമപ്രവർത്തകർ ഇതുപോലെ ചോദിക്കുന്നുണ്ട്, എന്താണ് നമ്മുടെ നെക്സ്റ്റ് ഉദ്ദേശം, ബന്ദികളെ വിട്ടുകിട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പുള്ളി പറയുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ ബന്ദികൾ 10 പേരെ ഉള്ളൂ, നമുക്ക് അവരെ തീർച്ചയായിട്ടും നമ്മുടെ ഓപ്പറേഷന്റെ ഇടയിൽ അവർ തന്നെയാണ് മെയിൻ പ്രയോറിറ്റി, അതിലേക്ക് തന്നെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. എയ്തർ നമ്മൾ റെസ്ക്യൂ ചെയ്യും, പക്ഷേ ഹമാസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് അതിലും വലിയ ദൗത്യമാണെന്നാണ് നെതന്യാഹു പറഞ്ഞു വെച്ചത്. അതുപോലെ IDF കുറെ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ നിന്നാണെന്ന് വെച്ചാൽ സിറിയയ്ക്കുള്ളിൽ നിന്നും കുറെ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്തതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവര് ചെറിയ ചെറിയ ലീഫ്ലെറ്റുകൾ അതായത് മൈനോറിറ്റികളെ ഉപദ്രവിക്കാനും അവരുടെ സ്വത്ത് കൈക്കലാക്കാനും വേണ്ടിയിട്ട് ചെറിയ ലീഫ്ലെറ്റുകൾ പ്രിന്റ് ചെയ്ത് സുന്നി സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ വീടുകളുടെ മുന്നിലേക്ക് വിതരണം ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. അതിന്റെ പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ തീവ്രവാദ ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മൈനോറിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്ത്യൻസ്, അലോവൈറ്റ്സ്, ഇങ്ങനെ കുറച്ച് മൈനോറിറ്റികളുണ്ട് അവിടെ. അപ്പോൾ ഈ മൈനോറിറ്റികളെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്ത് അവരുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി അവിടെ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഈ ലീഫ്ലെറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. IDF ആ ഒരു ലീഫ്ലെറ്റിന്റെ ഫോട്ടോയും കൂടെ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഒരു നിർണായകമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ IDF ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അൽ മായാദീൻ എന്ന് പറഞ്ഞ ആ ചാനലിന്റെ ഡയറക്ടറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജെറുസലേമിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ പാലസ്തീനിയൻ മാൻ എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്, ന്യൂസ് ഏജൻസി, അതിന്റെ ഡയറക്ടറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും ജെറുസലേമിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്തത്. ഇവർ ജെറുസലേമിൽ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്, ഇവർ എന്ത് ഗൂഢാലോചനയാണ് അവിടെ നടത്തിയത്, ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അറസ്റ്റ് ചെയ്തത് എന്ന് പറയപ്പെടുന്നു. ഈ അൽമായാദീനൊക്കെ നല്ല പ്രൊപ്പഗൻഡ ന്യൂസ് ഇറക്കി വിടുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ അടുത്ത് ട്രംപിന്റെ കോമഡികൾ പലതവണയായിട്ട് നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ട്രംപ് ഇപ്പോൾ ഈ ബ്രിക്സ് നടക്കുന്നുണ്ടല്ലോ, ബ്രിക്സ് കൂട്ടായ്മ ട്രംപിനെ ഒന്ന് അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. വൈറ്റ് ഹൗസിൽ വരുന്നതിന് മുമ്പ് ഇലക്ഷൻ ജയിച്ചിരിക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കാണ്, എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്, ബ്രിക്സ് ഇസ് ആൾമോസ്റ്റ് ഡെഡ്, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ പറഞ്ഞ ട്രംപ് ഇന്ന് ബ്രിക്സിനെ പേടിക്കുന്നുണ്ട്. ബ്രിക്സിന്റെ കൂട്ടായ്മ ബ്രസീലിൽ നടക്കുന്നുണ്ട്. ബ്രിക്സിലുള്ള രാജ്യങ്ങൾക്ക് മാത്രം 10% അഡീഷണൽ താരിഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ താരിഫ് വെച്ചാണ് പുള്ളിയുടെ കളി മൊത്തം. പക്ഷെ താരിഫ് അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല എന്നുള്ളത് മുമ്പ് വൈകാതെ തന്നെ തിരിച്ചറിയും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു വാർത്ത കൂടി പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. അതിൽ വൈൽഡ് ഫയർ ലട്ടാക്കിയ എന്ന് പറഞ്ഞത് സിറിയയിലാണ്. ഈ സിറിയ ഭാഗത്ത് ഈ ലട്ടാക്കിയ കൂടുതൽ മൈനോറിറ്റീസ് ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ്. മൈനോറിറ്റി മീൻസ് ഓൺലി മൈനോറിറ്റീസ് അല്ല, അവിടെ തീർച്ചയായിട്ടും HTSന്റെ അനുഭാവികൾ തന്നെയാണ് അവിടെ മൊത്തത്തിലുള്ളത്. ലട്ടാക്കിയയിലാണ് ഏറ്റവും കൂടുതൽ കൂട്ടക്കൊലകൾ ഈ ഒരു HTSന്റെ ഭരണകൂടം നടത്തിയത്. ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് അവിടെ നടത്തി തീർത്തതാണ് ലട്ടാക്കിയ ഭാഗത്ത് നിന്ന് കരഞ്ഞുകൊണ്ട് മൈനോറിറ്റിയിൽപ്പെട്ട ആൾക്കാരൊക്കെ വീഡിയോ ഇടുന്നതൊക്കെ നമ്മൾ 6 മാസം കൊണ്ടേ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ആ സ്ഥലത്താണ് വൈൽഡ് ഫയർ വൻതോതിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. الصباح الباكر كان هنالك عملية إخماد شبه كاملة للحرائق، ولكن للأسف مع تقدم ساعات الصباح أدت سرعة الرياح إلى انتشار هذه الحرائق واتساع رقعتها، مما أدى إلى اندلاع في الغطاء النباتي. بالإضافة للأسف كان هنالك وصول هذه الحرائق إلى المنازل المدنيين، وبالإضافة إلى الأراضي الزراعية. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.